ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് അതായത് ഇപ്പോൾ സാംസങ്ങിന്റെ S24 അൾട്രയ്ക്കൊക്കെ 1,30,000 ആ ഒരു പ്രൈസ് റേഞ്ച് ആവും. ഐഫോണിന്റെ കേസ് പറഞ്ഞാൽ ഒരു 1,30,000 1,40,000 ആ ഒരു പ്രൈസ് റേഞ്ച് ആവും. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ അതിന്റെ നേർ പകുതി വിലയ്ക്ക് ലഭിച്ചാലോ അത്തരം ഒരു സ്മാർട്ട് ഫോൺ ആണ് ഷവോമി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷവോമി 14 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇതെല്ലാം തികഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ടും ആദ്യം തന്നെ ഇതിന്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോമ്പാക്ട് എന്ന് കംപ്ലീറ്റ് വിളിക്കാൻ പറ്റില്ലെങ്കിലും കോമ്പാക്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. കാരണം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സാധാരണ ഇന്ന് കാണുന്ന 6.7 ഇഞ്ച് സൈസുള്ള ഫോണുകളിൽ അത്രയും ഉള്ള ഒരു സ്ക്രീൻ സൈസോ വലിപ്പമോ ഇല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 6.4 ഇഞ്ച് സൈസ് മാത്രമേ ഉള്ളൂ. തീരെ കോമ്പാക്ട് അല്ലെങ്കിലും ഒരുപാട് വലിയൊരു ഫോം ഫാക്ടർ അല്ല. ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കും. കോമ്പാക്ടിനും ഈ പറഞ്ഞ സാധാരണ ഇന്ന് കാണുന്ന ഫോണുകളുടെയും സൈസിൻ്റെ ഇടയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്. വലിയ സൈസ് ഇല്ല എന്നുള്ളതൊരു ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ ഫോണിന്റെ ബാക്കിൽ ചെറിയ സൈസ് ആണെങ്കിലും ഈ ക്യാമറ മൊഡ്യൂൾ ഈ ഒരു സൈസിന് ഇണങ്ങുന്നതല്ല. കുറച്ചുകൂടി ഒരു വലിയ ക്യാമറ മൊഡ്യൂളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്കിൽ 3 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ക്യാമറകളും 50 മെഗാ പിക്സൽ വീതമുള്ള സെൻസറാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ലൈക്കയുമായിട്ടുള്ള കോപ്പറേഷനിൽ ക്യാമറ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്. മെറ്റാലിക് ഫ്രെയിം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ കൊള്ളാം, മനോഹരമാണ്. പല സൈഡിലായിട്ടാണ് വോളിയം റോക്കസും പവർ ബട്ടണും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിം ട്രേ ഇവിടെയാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇട സൈഡ് കാര്യമായിട്ടൊന്നുമില്ല. മുകളിലും പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരമുള്ള ഒരു കോമ്പാക്ട് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഷവോമി 14 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. നോക്കി ബെസലുകൾ വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഫോണിന്റെ സൈസ് ചെറുതാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേ കവർന്നിരിപ്പുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 4 സൈഡിലുമുള്ള ബെസലുകൾ വളരെ തിന്നാണ്. അതുപോലെ ഫോണിന്റെ സൈസ് ചെറുതായതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഈ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറ കുറച്ച് വലിപ്പം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേ സൈസ് ചെറുതായതുകൊണ്ടായിരിക്കും അത്തരത്തിൽ തോന്നുന്നത്. എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേ ടോപ്പ് നോച്ച് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1.5K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 12 ബിറ്റ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതും LTPO റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ഹെഡ്സ് വരെ ഡൗൺ ആവുന്ന തരത്തിൽ വേരിയിങ് റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 240 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 3000 നിറ്റ്സ് ആണ്. മാത്രമല്ല HDR10+ സപ്പോർട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോണിക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ വിഭാഗം ഈ പറഞ്ഞ ഒരു ടോപ്പ് നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡും. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 12GB റാം, 512GB ഇന്റേണൽ സ്റ്റോറേജ്, അതാണ് ഈ ഒരു ഫോണിന്റെ ഒരൊറ്റ ഓപ്ഷൻ. ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റോറേജ് ഓപ്ഷനിലേ വരുന്നുള്ളൂ, 12GB 512GB. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന റാം എന്ന് പറയുന്ന LPDDR5X ആണ്. അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 4 ആണ്. അങ്ങനെ എന്ത് കാര്യങ്ങൾ നോക്കിയാലും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെസിഫിക്കേഷൻ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ AnTuTu സ്കോർ പരിശോധിച്ചാലും 19 ലക്ഷത്തിലധികമുള്ള ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് കളിക്കാൻ പറ്റുന്നത്. അതായത് ഈ എക്സ്ട്രീം പ്ലസ് എന്ന് പറയുന്നത് തന്നെയാണ് 90 FPS. ആ ഒരു സെറ്റിംഗിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ സ്ക്രീൻ സൈസ് ചെറുതായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ആള് സൈസിൽ ഒരു അല്പം കുറവാണെന്നേ ഉള്ളൂ. പെർഫോമൻസിലോ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും യാതൊരു കുറവും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുത്തുന്നില്ല. അതുപോലെ ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4610 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 5000 തികച്ചില്ല. ഓർക്കുക, ചെറിയ ഡിസ്പ്ലേ സൈസ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ വലിയ ഫോണുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 4610 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നത്. പക്ഷേ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ 120 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 120 വാട്ടിന്റെ ചാർജർ എന്ന് പറയുന്നത് PD ചാർജറാണ്. നമുക്ക് ലാപ്ടോപ്പുകൾ വേണമെങ്കിൽ പോലും ഈ സെയിം ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ 1-1.5 ദിവസത്തെ ഒരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമുക്ക് ഒരു നോർമൽ യൂസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്ന ഫീച്ചറുകളെല്ലാം ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് സാധ്യമാണ്. അതായത് ഈ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോൺ വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും. ക്യാമറയാണ്
ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉയർത്തി കാണിക്കുന്ന മറ്റൊരു പ്രധാന ഹൈലൈറ്റ് 50 മെഗാ പിക്സൽ വീതമുള്ള 3 ക്യാമറകൾ. നേരത്തെ പറഞ്ഞ പോലെ ലേക്കയുടെ സപ്പോർട്ടൊക്കെ ആണെങ്കിലും എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളും ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ 1-2 കേസിൽ എനിക്ക് ചെറിയ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. അപ്പോൾ ആദ്യം നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നീട് പോസിറ്റീവിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഈ ഒരു ഫോണിന്റെ ടെലിഫോട്ടോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഫോക്കൽ ലെങ്ത് 90mm സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട് അത് സോഫ്റ്റ് ഫോക്കസ് രീതിയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു 90mm സോഫ്റ്റ് ഫോക്കസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ആ ഒരു ഔട്ട് ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഒരു ബ്ലെയർ ആയി പോകുന്ന രീതിയിൽ ഫോക്കസ് ഔട്ടായി പോകുന്ന രീതിയിലാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 90mm പോർട്രേറ്റ് അത്തരത്തിൽ പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കാനായിട്ട് ഒട്ടും സുഖപ്രദമാകുന്നില്ല എന്നുള്ളത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ലോ ലൈറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഹാർഷ് ലൈറ്റ് ആണ് ആക്ച്വലി ക്യാമറയിലേക്ക് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു എക്സ്പോഷർ കാര്യമായി കുറച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. പക്ഷേ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ആ ലൈറ്റ് ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നോ അതിൽ നിന്നും കൂട്ടിയ രീതിയിൽ ലൈറ്റ് കൂട്ടി ഇങ്ങി തരികയാണ്. അപ്പോൾ ലോ ലൈറ്റിലും ഈ പറഞ്ഞ പോലെ നമുക്കുള്ള ആ ഒരു എക്സ്പോഷർ കൺട്രോൾ പലപ്പോഴും പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നതായിട്ടും തോന്നി. അപ്പോൾ ഈ 2 കുറവുകളാണ് എനിക്ക് ഇതിൻ്റെ ക്യാമറയിൽ തോന്നിയ 2 കുറവുകൾ. അതർ ദാൻ ദിസ് ഈ ഫോണിൻ്റെ ക്യാമറയ്ക്ക് അത്ര കുറവുകളൊന്നുമില്ല, മനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ് ആ 2 സിനാരികൾ ഒഴിച്ചു നിർത്തിയാൽ കിട്ടുന്നത്. ഇത് ഈ ഒരു ഫോണിൻ്റെ മാക്രോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോയാണ്. നല്ല മാക്രോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്രോ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും 4K റെസൊല്യൂഷനുള്ള മാക്രോ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിമനോഹരമായിട്ടുള്ള സെൽഫി ഫോട്ടോ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. അതുപോലെ ഇത്തവണ ഒരു വലിയ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 8K റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആ ഒരു ഓഡിയോ ക്യാപ്ചർ അത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്, മൈക്കൊന്നും ഇല്ലാതെ തന്നെ. ഞാനിപ്പോൾ നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു സെൽഫി വീഡിയോയുടെ ഒരു സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാമറയ്ക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരുപാട് പ്രാധാന്യം ഷോമി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, ആ 1-2 പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ തന്നെ ഷോമിക്ക് പരിഹരിക്കാമെന്ന് തോന്നുന്നു. പരിഹരിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷേക്കില്ലാതെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. ഷവോമിയുടെ ലേറ്റസ്റ്റ് യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഹൈപ്പർ OSുമായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ആദ്യ ഫോൺ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളിലാണ് ഷവോമി ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അതായത് ആൻഡ്രോയിഡ് 18 വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഷവോമി ഈ ഒരു ഫോണിനകത്ത് നൽകും. അപ്പോൾ അത്രയും അപ്ഡേറ്റുകൾ നൽകുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇത്രയും ബ്ലോട്ട് വേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏകദേശം 8 ബ്ലോട്ട് വേസുകളാണ് ഇത്തരത്തിൽ ഈ ഒരു ഫോണിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചത്. അതിനകത്ത് ഫോൺ പേയും സ്നാപ്ചാറ്റും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബാക്കിയൊക്കെ ഒരുവിധം പ്രീമിയം ആപ്പാണെന്ന് പറയാമെങ്കിലും ഇതുകൂടി ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പ്രൈസ് പോയിന്റിൽ ഇതൊക്കെ വെറുതെ കുതി നിറയ്ക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. മാത്രമല്ല ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്, അതുപോലെ ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് വന്നിട്ട് ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ കുറച്ച് താഴെയാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആകുന്നുമുണ്ട്. ഫോണിനകത്ത് ഇത്തരത്തിൽ NFC സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷനാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണിലും ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, അല്ലെങ്കിൽ 5.2 ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ Wi-Fi 7 ആണ്, അതും ലേറ്റസ്റ്റ് ആണ്. ഇതൊന്നും അധികം എല്ലാ ഫോണുകളിലും അങ്ങനെ കാണാറില്ല. ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അതും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ എല്ലാ ഫീച്ചറുകളും വാരികോരി എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ വില കേൾക്കുമ്പോൾ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ടുള്ള മറ്റ് ചില ഫോണുകളുടെ പ്രൈസ് നമ്മൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇതിന്റെ പ്രൈസ് കേൾക്കണം. കാരണം S24 Ultra അത്രയൊന്നും വരില്ലെങ്കിലും അതിന്റെ വില ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഏകദേശം 1.25 ലക്ഷം 1.30 ആവും. ഐഫോണിന്റെ വില ഈ പറഞ്ഞ 1.40 ഒക്കെ ആ ഒരു റേഞ്ച് ആവും. ഇതിന്റെ വില എന്ന് പറയുന്നത് 69,999 രൂപയാണെങ്കിലും 10,000 രൂപയോളം ബാങ്ക് ഡിസ്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 59,999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. നമുക്ക് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 70,000 രൂപ വിലയുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ 60,000 രൂപയ്ക്ക് ബാങ്ക് കാർഡ് ഓഫറുകളോടൊപ്പം വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഈ പറഞ്ഞ ഒരു വലിയ ഫോം ഫാക്ടർ ഉള്ള ഫോൺ നോക്കുന്നവർക്ക് സ്യൂട്ടല്ല. എന്നാൽ കോമ്പാക്ട് സൈസ് നോക്കുന്നവർക്ക് കൊള്ളാം. അതുപോലെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ 1-2 കുറവുകൾ ഇതിനകത്ത് കണ്ടത് ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ ഒരു ചെറിയ പ്രശ്നം ഞാൻ അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊന്ന് സോഫ്റ്റ്വെയർ സൈഡിലൂടെ ഒന്ന് പരിഹരിച്ചാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം എനിക്ക് തോന്നി. അതുപോലെ ബ്ലോക്ക് വേസ് ഈ പ്രൈസ് പോയിന്റിൽ ഈ കണ്ട ഇത്രയും ബ്ലോക്ക് വേസുകൾ ഒന്ന് ഒഴിവാക്കാമെന്നും എനിക്ക് തോന്നി. അപ്പോൾ ഈ 2 അഭിപ്രായമാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഈ ഒരു ഫോണിനകത്ത് പറയാനുള്ളത്. അതർവൈസ് കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ് ഷവോമി 14.